അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 15-ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ലൈലിലെ ആദ്യ 11 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. സൂറത്തുൽ ലൈലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് അവതീർണമായ അധ്യായമാണ് സൂറത്തുൽ ലൈൽ. വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലൈലിൽ 21 ആയത്തുകളാണ് ഉള്ളത്. ആയത്തുകളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ഷാ. ആയത്തിന്റെ അർത്ഥം രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വല്ലൈലി രാവിനെ തന്നെയാണ് സത്യം, ഇദാ യഗ്ഷാ അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രണ്ടാമത്തെ ആയത്ത് വന്നഹാരി ഇദാ തജല്ല. പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം, ഇദാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ഇവിടെ കഴിഞ്ഞ അധ്യായത്തിലേതുപോലെ തന്നെ ചില സൃഷ്ടികളെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ ശേഷം പ്രധാനപ്പെട്ട ചില വസ്തുതകൾ മനുഷ്യരെ ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ അഥവാ സൂറത്തു ശംസിലെ 3-4 വചനങ്ങൾ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ എന്നീ 2 വചനങ്ങൾ, അതിലുള്ള അതേ ആശയം തന്നെയാണ് ഏതാണ്ട് ഈ അധ്യായത്തിലെ 1-2 ആയത്തുകളിലും ഉള്ളത്. രാവിന്റെയും പകലിന്റെയും മഹത്വങ്ങളും അവകൾ തമ്മിലുള്ള മാറ്റങ്ങളും ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഭൂമുഖത്ത് വസിക്കുന്ന ജീവജാലങ്ങളിലും അവകളുടെ ആവാസ വ്യവസ്ഥകളിലും ചിന്താർഹമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ജീവജാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏറ്റവും പ്രധാനമായ കാര്യത്തെയാണ് 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത്. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, അഥവാ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. വമാ ഖലഖ സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. അദ്ദക്കറ ആണിനെയും വൽ ഉൻസ പെണ്ണിനെയും. അപ്പൊ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സൃഷ്ടിപ്പ്, അതിനെ തന്നെയാണ് സത്യം. ഇക്കാര്യം ഉണർത്തുന്ന ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് സൂറത്തുൻ നജ്മിലെ 45-46 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഅന്നഹു ഖലഖസ് സൗജൈനി അദ്ദക്കറ വൽ ഉൻസ മിൻ നുത്ഫത്തിൻ ഇദാ ത. അഥവാ ഒരു ബീജം അത് സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും ആൺ പെൺ എന്നീ 2 ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. ആ വിവരം മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ആശയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായുന്നത്. നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളുടേതുമെന്ന പോലെ തന്നെ മനുഷ്യരിലെയും രീതിയാണ് ആൺ പെൺ വിഭാഗങ്ങളായി അവർ സൃഷ്ടിക്കപ്പെട്ടു എന്നത്. ആണും പെണ്ണും രണ്ടും 2 വർഗമാണെന്നും രണ്ടിനും അവകളുടേതായ ബലദൗർബല്യങ്ങളും ഗുണദോഷങ്ങളും ഉണ്ട് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. അതിനാൽ തന്നെ 2 വർഗത്തെയും ഒന്നായിക്കൊണ്ട് കൂട്ടിക്കെട്ടുവാനും നിയമങ്ങൾ ഒരുപോലെ അടിച്ചേൽപ്പിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ സമമായി വീതിച്ചു കൊടുക്കുവാനും കഴിയുകയില്ല. സമത്വം എന്ന് തലവാചകം നൽകി അതിന് വ്യത്യസ്തങ്ങളായ വർണ്ണഛായങ്ങൾ പൂശിക്കൊടുത്ത് അതൊരു വലിയ മറയായി സ്വീകരിച്ച് ആണിനെയും പെണ്ണിനെയും അതിന്റെ വരുതിയിലാക്കി 2നെയും ഒരൊറ്റ വർഗമായി ചിത്രീകരിക്കുക എന്നത് ഒരിക്കലും തന്നെ സാധിക്കുന്ന കാര്യമല്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്രയൊക്കെ വികസിച്ചാലും ഏറെ സസൂക്ഷ്മമായ കോശങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ മാത്രം അത്യാധുനിക സംവിധാനങ്ങൾ വളർന്നു പന്തലിച്ചാലും ശരി, ആണും പെണ്ണും ഒന്നാണെന്ന പിഴച്ച ആശയം അത് സ്ഥിരപ്പെടുത്തുവാനും അവരുടെ ബയോളജിക്കൽ സൈക്കോളജിക്കൽ സ്ട്രക്ചറുകൾ ഒന്നാണ് എന്ന് സ്ഥാപിക്കുവാനും ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. കാരണം അവകളുടെ സൃഷ്ടിപ്പ് 2 തരത്തിലാണ് എന്ന് അവകളുടെ രക്ഷിതാവ് അറിയിച്ച കാര്യമാണ്. അത് കേരളക്കരയിലെ സകല മീഡിയകളും ചർച്ച ചെയ്താലും ഇനി ലോകോത്തര ചർച്ചകളിലേക്ക് നീക്കം ചെയ്യപ്പെട്ടാലും ശരി, ഈ സത്യത്തെ മൂടിവെക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്തേ സ്ത്രീകൾക്ക് പുരുഷന്റേതുപോലെ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് പുരുഷന്റേതുപോലെയുള്ള ശരീരമല്ല എന്നും പുരുഷന് സ്ത്രീയുടേതുപോലെയുള്ള ചിന്തയുമല്ല എന്ന
ഏറ്റവും അടിസ്ഥാന വിവരം മനസ്സിൽ പതിഞ്ഞാൽ തന്നെ ഉത്തരം തെളിയുന്നതാണ്. ഇല മുള്ളിലേക്ക് വീണാലും മുള്ള് ഇലയിലേക്ക് വീണാലും ഇലയാണ് അശക്തൻ എന്ന വാസ്തവം സ്ത്രീകൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതിനർത്ഥം സ്ത്രീകൾ ബലമില്ലാത്തവരും അവർ ഒന്നിനും കൊള്ളാത്തവരുമാണ് എന്ന് വിവക്ഷിച്ചാൽ അവിടെയുള്ള ആശയം മനസ്സിലാക്കുന്നിടത്ത് വരുന്ന തെറ്റാണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പഠനവും ജോലിയും അരുത് എന്നോ അവർ ശ്മശാന മുഖേന അവരുടെ ഭവനങ്ങളിൽ അടക്കം ചെയ്യപ്പെടണമെന്നോ ഒരിക്കലും തന്നെ ഖുർആൻ ആജ്ഞാപിക്കുന്നില്ല, കൽപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളിൽ നിന്നും അങ്ങനെ ഒരു ആശയം ഉൾത്തിരിഞ്ഞു വരികയും ഇല്ല. മറിച്ച് ജാഹിലിയ കാലഘട്ടത്തിലേതുപോലെ അഴിഞ്ഞാട്ടം നടത്തുവാനും അല്പവസ്ത്രം ധരിച്ച് ജനമധ്യത്തിൽ തിമിർത്താടുവാനും അന്യപുരുഷന്റെ മുന്നിൽ തന്റെ നഗ്നതാ പ്രദർശനം നടത്തുവാനും വിശ്വാസികളെ ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആശയമായിക്കൊണ്ട് നാം തിരിച്ചറിയേണ്ടത്. സ്ത്രീക്കും പുരുഷനും അവരുടേതായ പ്രകൃതങ്ങൾക്കൊത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതിനെയാണ് യഥാർത്ഥത്തിൽ നീതി എന്ന് വിളിക്കുന്നത്. അതല്ലാതെ സ്ത്രീ പുരുഷന്റെ വസ്ത്രമോ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമോ ധരിക്കുന്നതിനെയല്ല നീതി എന്ന് വിളിക്കേണ്ടത്. ധരിക്കാം, ആർക്കും എന്തും ഏതും ധരിക്കാം. പക്ഷെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തോന്നിയ വാസം അലങ്കാരമാക്കാൻ ഇസ്ലാം ഒരിക്കലും തന്നെ അനുവാദം നൽകുന്നില്ല. അത്തരത്തിലുള്ള കടമ്പകൾ നിശ്ചയിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിൽ ഇസ്ലാം ഏറെ ചോദ്യം ചെയ്യപ്പെടുന്നതും ഇസ്ലാമിന്റെ ആശയങ്ങൾ പലർക്കും പിടിക്കാതെ വരുന്നതും. എന്തായാലും ഈ അധ്യായത്തിൽ സ്ത്രീയുടെയും പുരുഷന്റെയും സൃഷ്ടിപ്പിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കാതോർക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. എന്നിട്ട് ഇവിടെ ഇക്കാര്യങ്ങളെ എല്ലാം തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറഞ്ഞ ശേഷം മനുഷ്യരെ ഉണർത്തുന്ന പ്രധാനമായുള്ള കാര്യം എന്താണെന്നാൽ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം അത് വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു എന്നാണ്. ഇന്ന തീർച്ചയായും സഅയകും നിങ്ങളുടെ പരിശ്രമം ലശത്ത അത് നിശ്ചയം വിഭിന്ന രൂപത്തിൽ തന്നെയാണ് എന്നാണ്. പരസ്പര വൈരുദ്ധ്യമുള്ള രാപ്പകലിനെയും ആൺ പെണ്ണിനെയും സൂചിപ്പിച്ച ശേഷം പരസ്പര വൈരുദ്ധ്യമുള്ള മനുഷ്യന്റെ പ്രവർത്തികളെ സംബന്ധിച്ച് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യരുടെ പ്രവർത്തികൾ വിഭിന്നമാണ്. നല്ലതും ചീത്തയുമായ എല്ലാം കൂടിക്കലർന്നവയാണ് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ. അതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ അധ്യായത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സൂറത്തു ശംസിലെ 9-10 ആയത്തുകൾ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ വിജയം പൂണ്ടിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ ദൗർഭാഗ്യം അടയുകയും ചെയ്തിരിക്കുന്നു എന്ന്. അഥവാ മനുഷ്യന്റെ പ്രവർത്തികൾ വ്യത്യസ്തമാണ് എന്നതിനാൽ തന്നെ അവകളുടെ അനന്തരഫലവും വ്യത്യസ്തമായിരിക്കും. സൂക്ഷ്മത കൈവരിച്ച് ജീവിച്ചവരുടെയും അലസമായി വസിച്ചവരുടെയും അനന്തരഫലങ്ങൾ രണ്ട് രീതിയിൽ തന്നെയായിരിക്കും എന്ന് സാരം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശേഷം പറഞ്ഞത്, ഫഅമ്മാ മൻ അഅ്താ വത്തഖാ, എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ, ഫഅമ്മാ മൻ എന്നാൽ ഏതൊരുവൻ അഅ്താ ദാനം നൽകുകയും വത്തഖാ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ. 6-ാമത്തെ വചനം, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, വസദ്ദഖ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, ബിൽ ഹുസ്ന ഏറ്റവും ഉത്തമമായതിനെ. 7-ാമത്തെ വചനം, ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫസനുയസ്സിറുഹു, അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്, ലിൽ യുസ്റ എളുപ്പമായതിലേക്ക്. വിശ്വാസവും ആചാരവും അടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും ഞെരുക്കങ്ങളും താണ്ടിക്കടക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഒന്നും പതറാതെ സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈമാൻ ആർജിച്ചെടുത്തുകൊണ്ട് ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തി മുന്നോട്ടു പോകുന്ന വിശ്വാസിക്ക് പിന്നീട് തന്റെ ജീവിതത്തിൽ എളുപ്പവും സൗഖ്യവുമുള്ള നാളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുക്കുമെന്ന വാഗ്ദാനമാണ് ഈ ആയത്തുകളിലുള്ളത്. തന്റെ വിശ്വാസവും ആചാരങ്ങളും മുറപ്രകാരം പാലിച്ച് ജീവിക്കുന്നതിന്റെ കൂടെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണമെന്ന് 5-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്
ഏറെ ശ്രദ്ധേയമാണ്. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ, എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച അഅ്ത എന്ന പ്രയോഗം വളരെ പൊതുവായി കൊണ്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്ത് കൊടുക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. അതിനാൽ തന്നെ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയ എല്ലാ സഹായങ്ങളും അതിന്റെ ആശയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ ആ രീതിയിൽ സഹായിക്കുകയും ശാരീരികമായി ശേഷിയുള്ളവർ അപ്രകാരവും അതിനൊന്നും കഴിയാത്തവർ മാനസികമായി കൊണ്ടെങ്കിലും സഹായവും സഹകരണവും ഇത്തരക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുക എന്ന്. ഇവിടെ ഏറ്റവും ഉത്തമമായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏറ്റവും ഉത്തമമായ സംസാരവും ഏറ്റവും ഉത്തമമായ ആശയങ്ങളും സത്യപ്പെടുത്തുക എന്നതാണ്. അത് അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും സംസാരങ്ങളാണ്. അവരുടെ സംസാരങ്ങളിൽ അടങ്ങിയ ആശയങ്ങളാണ്. അവ സത്യപ്പെടുത്തേണ്ടത് കൃത്യമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവകളിൽ സംശയവും ആശങ്കകളും വെച്ചു പുലർത്തുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമായി നശിച്ചു പോകുവാൻ കാരണമായിട്ടുള്ള വിഷയമാണ്. അങ്ങനെയെല്ലാം ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഫസനുയസ്സിറുഹു ലിൽയുസ്റാ, അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ന്. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയും സ്വന്തമായി ധന്യത നടിക്കുകയും ചെയ്യുന്ന അഹങ്കാരികൾ പരാജിതരാണ് എന്നും അവർ അല്ലാഹുവിന്റെ ശിക്ഷക്ക് അർഹരാണ് എന്നും ശേഷം ശക്തമായ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. 8-ാമത്തെ വചനത്തിൽ കാണാം വഅമ്മാ മൻ ബഖില വസ്തഗ്ന, എന്നാൽ ആർ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തുവോ. വഅമ്മാ മൻ, എന്നാൽ ആരാണ് ബഖില പിശുക്ക് കാണിക്കുന്നത്, വസ്തഗ്ന സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്യുന്നത് ആരാണോ. 9-ാമത്തെ വചനത്തിൽ വകസ്സബ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്യുന്നത് ആരാണോ, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും പിറകോട്ട് വലിച്ചെറിയുന്നത് ആരാണോ, വകസ്സബ കളവാക്കുന്നവനാരാണോ, ബിൽ ഹുസ്ന ഏറ്റവും ഉത്തമമായതിനെ. 10-ാമത്തെ വചനത്തിൽ പറയുന്നു ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. ഫസനുയസ്സിറുഹു, അവന് നാം സൗകര്യമൊരുക്കി കൊടുക്കും, ലിൽ ഉസ്റ ഏറ്റവും ഞെരുക്കമായുള്ളതിലേക്ക്. ജീവിതം ഞെരുക്കത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളപ്പെടുന്നതായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം അള്ളാഹു പറഞ്ഞു 11-ാമത്തെ വചനത്തിൽ വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല എന്ന്. വമാ യുഗ്നി അൻഹു, അവന് പ്രയോജനപ്പെടുകയില്ല, മാലുഹു അവന്റെ സമ്പാദ്യം, ഇദാ തറദ്ദ അവൻ നാശത്തിലേക്ക് പതിക്കുമ്പോൾ. നശിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവസാന വേളകളിൽ തന്റെ സാമ്പത്തിക ശേഷി കൊണ്ട് അവന് പ്രത്യേകിച്ച് യാതൊരു ഫലവും ഉണ്ടായിരിക്കുകയില്ല. പാരത്രിക ലോകത്താകട്ടെ അത്രയും അവൻ അത് ഉപകാരം ചെലുത്തുക പോലുമില്ല എന്നാണ്. ദൈവനിഷേധവും ബഹുദൈവ വിശ്വാസവും തന്റെ ജീവവായുവായും അത്തരം ആശയങ്ങൾ തന്റെ ജീവിത മാർഗമായും ഗണിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത നടിക്കുന്ന ആളുകൾ ഏറ്റവും ഉത്തമമായ ഇസ്ലാമിക മൂല്യങ്ങളെ അടിച്ചു താഴ്ത്തുവാനും അതിൽ വിശ്വസിക്കുന്നവരെ പരിഹസിക്കുവാനും കച്ചകെട്ടിയിറങ്ങുന്ന ആളുകൾ വർത്തമാനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും സൗഖ്യമായ ജീവിതം അത്തരത്തിലുള്ള ആളുകൾക്കുണ്ടായേക്കാം. എന്നാൽ ആ അവസ്ഥ തുടർത്തുവാനോ തന്റെ സുന്ദരമായ ജീവിത നിമിഷങ്ങൾ ശാശ്വതമാക്കുവാനോ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല തീർത്തും ഞെരുക്കവും പ്രയാസവും നിറഞ്ഞ ജീവിതത്തിലേക്ക് അവർ തള്ളപ്പെടുന്നതായിരിക്കുമെന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരാളിലേക്ക് പങ്കിട്ട് കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള അത്രയും ദുഷിച്ച സാഹചര്യങ്ങൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് തന്റെ സമ്പാദ്യമോ തന്റെ ആൾബലങ്ങളോ അധികാര സ്ഥാനങ്ങളോ ഒന്നും തന്നെ അവന് ഉപകരിക്കുകയില്ല. 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളും കൺമുന്നിൽ കാണിക്ക വെച്ചാൽ തനിക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ മടിക്കാത്ത മനുഷ്യരെ
അന്നവിടെ കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇത്തരം ദുഷിച്ച സ്വഭാവവും നിഷേധ മനോഭാവവും വെച്ചു പുലർത്തിയാൽ ഒടുക്കം നാശമായിരിക്കുമെന്നും മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത തരത്തിലുള്ള ജീവിതം പരാജയമാണ് എന്നും ഈ സൂക്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇഹലോകത്ത് നാം ചെയ്തു വെച്ച എല്ലാ നന്മ തിന്മകളുടെയും പ്രതിഫലനം തെറ്റില്ലാതെ ഭംഗിയായി അനുഭവിക്കേണ്ടി വരുന്ന ആ ലോകത്തേക്കായി നാം ഒരുങ്ങുക. അവിടുത്തെ വിജയത്തിനായി നാം പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കുമാറാകട്ടെ. ഏറെ പ്രതിഫലേച്ഛയോടുകൂടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് വലിയ മുതൽക്കൂട്ടായി അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.